നമസ്കാരം. ഒഴിച്ചു കൂട്ടാനൊരു മാങ്ങാക്കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് മാങ്ങയൊക്കെ തൊലി കളഞ്ഞെടുക്കുക. എന്നിട്ട് മാങ്ങ ചെറിയതാക്കി അരിഞ്ഞെടുക്കുക. ഇതേപോലെ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുക്കുക. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് വേകാൻ ആവശ്യമുള്ള, മാങ്ങയ്ക്ക് നല്ല വേവുണ്ട്, അപ്പോൾ വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് കുക്കറിൽ അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒരു വിസിലടിച്ചാലും മാങ്ങ നന്നായിട്ട് വെന്ത് കിട്ടും. അധികം കുഴഞ്ഞു പോകരുത്, ഇതേപോലെ ഒന്ന് വെന്ത് കിട്ടണം. അതിനുശേഷം നാളികേരത്തിൽ ചെറിയ ഉള്ളി ചേർത്തിട്ട് നന്നായി അരച്ചിട്ട് ഈ മാങ്ങ വെന്തതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി, അധികം തിളയ്ക്കരുത്. അതിനുശേഷം നമുക്ക് കടുകും മുളകും കറിവേപ്പിലയും ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കറിവേപ്പിലയും ഉണക്കമുളകും കൂടിയിട്ട് ചേർത്തിട്ട് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സൂപ്പർ ടേസ്റ്റി മാങ്ങാക്കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിൽ വേറെ ഒന്നും ചേർക്കണമെന്നില്ല, സവാള അങ്ങനെയൊന്നും ചേർക്കണമെന്നില്ല. ഇതൊരു സിമ്പിൾ മാങ്ങാക്കറിയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി കറിയാണ്. നല്ല ടേസ്റ്റിയാണ്. നല്ല മഴയത്ത് നല്ല ചൂടുള്ള ചോറിൻ്റെ ഒപ്പം ഈ മാങ്ങാക്കറി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ മാങ്ങയൊക്കെ അധികമുള്ള സമയത്ത് നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ ഇത് ഉപ്പ് മാങ്ങക്കറി ആയിട്ടും, കുറച്ച് ഉപ്പൊക്കെ ഇട്ട് സൂക്ഷിച്ച് വെച്ചാൽ ഉപ്പ് മാങ്ങക്കറി ആയിട്ട് ഇതുപോലെ തന്നെ ഉപ്പ് മാങ്ങ ഇട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ മാങ്ങാക്കറി ആയിട്ട് കൂട്ടാം. താങ്ക് യു.